ലീവ് സറണ്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊരു സംശയത്തിൽ നമ്മളോട് നിരവധി ആളുകൾ വിളിച്ച് ചോദിച്ചിരുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഇത് സംബന്ധമായി സർക്കാരിൻ്റെ ഒരു ഉത്തരവ് നിങ്ങളുടെ അറിവിലേക്ക് വയ്ക്കുകയാണ്. 11/6, അതായത് ജൂൺ മാസം 11-ാം തീയതി 2026 ഒരു ഉത്തരവ്, ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവല്ല, ഒരു നോട്ട് പോലെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്പർ 24/2026 ധനവകുപ്പിൻ്റെതാണ്. വിഷയം 26/2027 സാമ്പത്തിക വർഷത്തെ ആർജിതാവധി, അതായത് ലീവ് സറണ്ടർ, ഏൺഡ് ലീവിൻ്റെ പീരിയോഡിക്കൽ സറണ്ടർ തുടർ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് രണ്ട് ഉത്തരവുണ്ടായിരുന്നു. സർക്കാർ ഉത്തരവ് നമ്പർ 136/2022 ധന തീയതി 4/11/2022, സർക്കാർ ഉത്തരവ് നമ്പർ 56/2026 ധന തീയതി 15/3/2026. ഇതിൽ 25-26 സാമ്പത്തിക വർഷത്തെ ആർജിതാവധിയുടെ പീരിയോഡിക്കൽ സറണ്ടർ സൂചന 2-ലെ ഉത്തരവ് പ്രകാരം 31/5/2026 വരെ, അതായത് മെയ് മാസം 2026 വരെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അനുവദനീയമായിരുന്നു. എന്നാൽ ഇത് പുനഃപരിശോധിക്കുന്നതായിരിക്കുമെന്ന് മേപ്പടി ഉത്തരവിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പുനഃപരിശോധന നടത്തി പുതിയ ഉത്തരവ് വരുന്നതിന് മുമ്പ്, അതായത് 31/5/2026 കഴിഞ്ഞ ഉടൻ തന്നെ 6-ാം മാസം തുടങ്ങിയപ്പോൾ തന്നെ നിരവധി പേർ, പ്രത്യേകിച്ച് പഞ്ചായത്ത് വകുപ്പിലെ ആളുകൾ ലീവ് സറണ്ടർ ചെയ്ത് പണം വാങ്ങി. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ കാശ് വാങ്ങുന്ന ഒരു സ്ഥാപനവും ലീവ് സറണ്ടർ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ പുതിയ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വരുന്ന അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെയും പിന്നെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ ആയതുകൊണ്ടായിരിക്കാം കൃത്യമായ ഒരു ഉത്തരവ് ഇറങ്ങാതെ വന്നത് ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഗ്രാമപഞ്ചായത്ത് വകുപ്പിലെ സെക്രട്ടറിമാർ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വരുന്ന രീതിയിൽ ലീവ് സറണ്ടർ കൊടുത്തു എന്നൊക്കെ ഉള്ള വാർത്തകളും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ ലീവ് സറണ്ടർ ഓരോ ഉദ്യോഗസ്ഥരുടെയും അവകാശമാണ്. അപ്പോൾ അത് പക്ഷേ സർക്കാർ പറയുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് പണമായതുകൊണ്ട് ആർജിതാവധി സർക്കാർ പറയുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരുവിധ പരാമർശമില്ലാത്തതിൻ്റെ കുറിച്ചും ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈപ്പറ്റ് ജീവനക്കാർക്ക് എതിരെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും ഉത്തരവിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അത് സർക്കാർ തുടർ ഉത്തരവുകളിൽ അതിൻ്റെ ക്ലാരിറ്റി വരുമായിരിക്കും. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ്, ഇനിയും അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഉത്തരവ് വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് അതായത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ആർജിതാവധി അല്ലെങ്കിൽ ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യുന്നത് ടെമ്പററി പീരിയോഡിക്കൽ സറണ്ടർ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ്. അതിന് ആരെങ്കിലും എതിർത്ത് ചെയ്താൽ ട്രഷറി ഓഫീസർക്കും ബന്ധപ്പെട്ട വകുപ്പ് മേലധ്യക്ഷന്മാർക്കുമൊക്കെ ലീവ് സറണ്ടർ കൊടുത്താൽ അത് നടപടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. പീരിയോഡിക്കൽ ലീവ് സറണ്ടർ ഇപ്പോൾ അനുവദിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ ഉത്തരവ്. പക്ഷേ അത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ കഴിയും. എന്ത് തന്നെ ആയിരുന്നാലും ലീവ് സറണ്ടറിൻ്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതാണ്. അവരുടേതാണ് ലീവ് സറണ്ടർ, അവരുടെ പണമാണത്. അത് സർക്കാർ അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം അത് വാങ്ങാനും എടുക്കാനുമൊക്കെയുള്ള അവകാശം ഓരോ ജീവനക്കാരിക്കുമുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു റൈറ്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങാം. പക്ഷേ സർക്കാർ ബാൻ ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ഇടയ്ക്ക് വെച്ച് ലീവ് സറണ്ടർ കൊടുക്കണ്ട എന്ന് പറയുന്ന സമയത്ത് എടുക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. 31/5/2026 വരെ നിന്ന ഒരു ഓർഡർ 1/6-ാം തീയതി ആയപ്പോൾ ഓർഡർ നിലവിലില്ല എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ലീവ് സറണ്ടർ വാങ്ങി എന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പുതിയ ഉത്തരവുണ്ടായത്. കൃത്യമായ ഇതിൻ്റെ ക്ലാരിറ്റി, വാങ്ങിയവർക്കെതിരെ ഇനി എന്ത് ചെയ്യണമെന്നും ഇനി കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുമുള്ളൊക്കെ ഉത്തരവുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ.